ഇടത് മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ ആലപ്പുഴ അമ്പലപ്പുഴയിൽ എച്ച് സലാമിന്റെ ചിത്രം പതിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. പുന്നപ്ര കിഴക്ക് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് സിറ്റിംഗ് MLA ആയ എച്ച് സലാമിന്റെ ചിത്രം സഹിതമുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഫൈസൽ അസീസ് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കോ ചർച്ചയിലേക്കോ ഒന്നും കടന്നിട്ടില്ല എന്ന് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി പറയുന്ന CPM തന്നെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്താണ്, അവർക്ക് വല്ല വിശദീകരണം ഉണ്ടോ ഈ കാര്യത്തിൽ? ഏതായാലും ഈ വിഷയത്തിൽ അവർ പ്രതികരിക്കാനൊന്നും തയ്യാറല്ല. CPM പാർട്ടിയൊന്നും പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇതുവരെയും. ഏതായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് എച്ച് സലാമിന്റെ ചിത്രമുള്ള ബോർഡുമായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അമ്പലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ അമ്പലപ്പുഴ പുന്നപ്രയിലെ കിഴക്ക് മാക്കിയിൽ ജംഗ്ഷനിലെ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പമാണ് എച്ച് സലാം MLA യുടെ, അതായത് നിലവിലെ MLA ആണ് എച്ച് സലാം അമ്പലപ്പുഴയിലെ MLA യുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ജനകീയ ഭരണം തുടരും, ജനക്ഷേമം തുടരും എന്നാണ് ആ ബോർഡിലെ വാചകങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിൽ തന്നെ അവിടെ ചർച്ചയായിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അവിടെ മുൻ നിലവിലെ MLA യുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു ബോർഡ് വെച്ചത് CPM-ലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിഷാദ്, ശരി, ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്. എച്ച് സലാമിന്റെ പടം വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുടങ്ങിയത് CPM-ൽ നമ്മൾ കാണാത്ത സംഗതിയാണ്. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല, പ്രഖ്യാപനം വന്നിട്ടില്ല. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ വേറെ ചില പാർട്ടികൾ കാണാനുള്ള പരിപാടിയാണ്. പക്ഷേ CPM-ലും ഇതൊക്കെ ദൃശ്യമായിരിക്കുന്നു എന്നതാണ് അതിലെ കൗതുകം.